ഹലോ, വെൽക്കം ടു ലീഗൽ ബ്രീഫ്. ഈ അപ്പീൽ സെക്ഷൻ 96 മുതൽ 112 വരെയും ഓർഡർ 41 മുതൽ 45 വരെയാണ് അപ്പീലിനെ കുറിച്ച് CPCയുടെ അകത്ത് പറയണത്. അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോവർ കോടതി എടുക്കുന്ന ഡിസിഷനിൽ നമുക്കത് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഡിസിഷനെ വീണ്ടും റീ എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മൾ ഹയർ കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അപ്പീൽ എന്ന് പറയുന്നത്. അതായത് ലോവർ കോടതിയിൽ നിന്ന് ഹയർ കോടതിയിലോട്ട് ഡിസിഷൻസിന് റീ എക്സാമിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ, റീ എക്സാമിൻ വേണ്ട, മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോവർ കോടതിയിലോട്ട് ഹയർ കോടതിയിലോട്ട് നമ്മൾ കേസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അപ്പീൽ എന്ന് പറയുന്നത്. ഇത് ഹയർ കോടതിയിലോട്ടാണ് പോകുന്നത്. ഇത് അതായത് എല്ലാ ഓർഡറും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പീൽ ചെയ്യാനായിട്ട്. അതായത് അപ്പീലബിൾ ആയിട്ടുള്ള ഓർഡർ അല്ല. ഈ ഡിക്രീസിനൊക്കെ എന്താണ് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് പ്രത്യേകിച്ച് അപ്പീൽ എന്താണെന്നുള്ള കാര്യം CPCയിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യണില്ല. പിന്നെ ഇതൊരു ജുഡീഷ്യൽ എക്സാമിനേഷൻ, അതായത് ഹയർ കോടതിയിലുള്ള ഒരു ജുഡീഷ്യൽ എക്സാമിനേഷൻ ആണ് ഈ അപ്പീൽ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജുഡീഷ്യൽ എക്സാമിനേഷൻ ഓഫ് ഹയർ കോർട്ട്. പിന്നെ ഇതൊരു റൈറ്റ് അല്ല. പിന്നെ ഇത് സ്റ്റാറ്റ്യൂട്ടിനെ ക്രിയേറ്റ് ചെയ്യും, അതായത് ലോസിനെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എക്സ്പാർട്ടി ഡിഗ്രി ഒക്കെ അപ്പീലബിൾ ആണ്. എക്സ്പാർട്ടി ഡിഗ്രി മീൻസ് ഒരൊറ്റ പാർട്ടിയുടെ വാക്ക് മാത്രം കേട്ടിട്ട് ഡിസിഷൻ എടുക്കുന്നത്. ചിലപ്പോൾ മറ്റേ പാർട്ടി പ്രസന്റ് അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഡിസിഷൻ അങ്ങ് എടുക്കും. അപ്പൊ ആ കേസൊക്കെ എന്ത് ചെയ്യാം, അപ്പീൽ പോകാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ കോംപ്രമൈസ് ഡിക്രീസ് ഒരിക്കലും അപ്പീൽ പോകാനായിട്ട് പറ്റത്തില്ല. അതായത് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും വിടുന്നത്. നമ്മൾ ഓക്കെ കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ഇതൊക്കെ ചിരിച്ചോണ്ടൊക്കെ നിന്നിട്ട് പിന്നെ അത് അപ്പീൽ പോകുമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യം. കോംപ്രമൈസ് ആയിട്ടുള്ള ഡിക്രീസ് അപ്പീൽ പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇതിൽ അപ്പലന്റിനെയാണ്, അപ്പീൽ കൊടുക്കുന്ന ആളിനെയാണ് അപ്പലന്റ് എന്ന് പറയണത്. ആർക്കെതിരെയാണോ അപ്പീൽ കൊടുക്കുന്നത് അയാളെയാണ് റെസ്പോണ്ടന്റ് എന്ന് പറയണത്. പിന്നെ ഈ അപ്പീൽ കൊടുക്കുമ്പോൾ തന്നെ അപ്പീൽ മെമ്മോറാണ്ടം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ അകത്താണ് എന്തുകൊണ്ടാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്പീൽ മെമ്മോറാണ്ടം ഫയൽ ചെയ്യണം. അതായത് സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അപ്പീൽ മെമ്മോറാണ്ടം ഫയൽ ചെയ്യണം. അതിൻ്റെ അകത്താണ് നമ്മൾ അപ്പീൽ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്നുള്ള ഗ്രൗണ്ട്സ് ഒക്കെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ അപ്പീൽ മെമ്മോറാണ്ടത്തിന്റെ കൂടെ തന്നെ നമ്മൾ ലോവർ കോടതിയിൽ ഏത് ഡിസിഷനാണോ എടുത്തത് ആ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും കൂടെ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് വെക്കണം. പിന്നെ സെക്ഷൻ 96 പറയുന്നുണ്ട് ഫസ്റ്റ് അപ്പീൽ. അതായത് നമ്മൾ ലോവർ കോടതിയിൽ നിന്ന് മേലെ കോടതിയിൽ, അതായത് ഡിക്രിയോ ഓർഡറോ ലോവർ കോടതി പാസ്സാക്കിയതിന് ശേഷം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് അപ്പീൽ നമ്മൾ ഫയൽ ചെയ്യണം. അതായത് 30 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യണം. അതാണ് സെക്ഷൻ 96 പറയണം. പിന്നെ സെക്ഷൻ 100 പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ, അതായത് സെക്കൻഡ് അപ്പീൽ എന്ന് പറയുന്നത് ഹൈക്കോടതിയിലോട്ടാണ് അപ്പീൽ പോകണത് എന്നുണ്ടെങ്കിൽ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യണം. പിന്നെ അതിന് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ അങ്ങനെ പ്രീസിഡന്റ് ഒന്നും ഇതുവരെ നിലവിൽ ഇല്ലാത്തൊരു കേസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി സുപ്രീം കോടതിയിലോട്ടാണ് അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ ഓർഡർ 45 പറയുന്നത് ഇതിൽ ഹൈക്കോടതിയുടെ സർട്ടിഫിക്കേഷൻ വേണം. ഹൈക്കോർട്ട് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സുപ്രീം കോടതിയിലോട്ട് അപ്പീൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കോർട്ട് ഫീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അടച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ചില പാപ്പരായിട്ടുള്ള ആൾ കാണും, അതായത് കോർട്ട് ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിലും കോടതിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇത് അപ്പീൽ പോവാം. പിന്നെ ഓർഡർ 41 റൂൾ 11 ഈ സുപ്രീം കോടതിയുടെ കാര്യങ്ങളൊക്കെ പറയണത്. ഇതെന്ന് വെച്ചാൽ വെരി വൈഡ് ആയിട്ടുള്ള അപ്പീലിന്റെ കാര്യമാണ്. ഇനി 105 മുതൽ 106 വരെ റൈറ്റ് ഓഫ് അപ്പലേറ്റ് കോർട്ട്, അതായത് അപ്പലേറ്റ് കോടതിയുടെ റൈറ്റ്സ് കേസിനെ സെൻഡ് ബാക്ക് ചെയ്യാം, അതായത് തിരിച്ചയക്കാം, റിമാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ റൂൾ 33യുടെ റൈറ്റ് ഉണ്ട്. റൂൾ 33 എന്ന് പറയുന്നത് നമുക്ക് ഡിസിഷൻസിനെ മാറ്റാനും, അതായത് നമ്മൾ ലോവർ കോടതി എടുക്കുന്ന ഡിസിഷൻസിന് എക്സാമിൻ ചെയ്യാനായിട്ടാണല്ലോ ഹയർ കോടതിയിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഡിസിഷൻസിന് മാറ്റാനായിട്ടുള്ള റൈറ്റ് മാർക്കുണ്ട്, അപ്പലേറ്റ് കോർട്ടിന് ഉണ്ട്. ഇതൊക്കെയാണ് അപ്പീലിന്റെ അകത്ത് പറഞ്ഞത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.